നെല്ലിയാമ്പതിയിൽ ഒരു ബഡ്ജറ്റ് സ്റ്റേയിൽ താമസിച്ചിട്ട് അവിടുത്തെ വൈൽഡ് ലൈഫ് കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും മാത്രമല്ല, ഒരുപാട് വൈൽഡ് ലൈഫ് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെ മീറ്റിംഗ് എല്ലാം ഈ യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാടിനെയും വന്യമൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പിന്നെ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. ഇവിടുത്തെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്താനായിട്ട് പാലക്കാട് നിന്ന് വെറും 36 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ പോത്തുന്നി ഡാമിന് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിലെ കുറച്ച് വൈൽഡ് ലൈഫ് കാഴ്ചകളൊക്കെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം. ജനുവരി ആദ്യത്തെ ആഴ്ചയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മഴക്കാലങ്ങളിലൊക്കെ വരാണെങ്കിൽ ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിയാമ്പതിക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിങ്സ് എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ മിസ്റ്റി വാലി റിസോർട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഒരു ബഡ്ജറ്റ് സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യത്തെ സൈറ്റിംഗ് ആയിട്ട് കിട്ടിയത് ഒരു സിംഹവാലൻകുരങ്ങനെയാണ് കേട്ടോ. ഈ ചുരത്തിൽ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഈ സിംഹവാലൻകുരങ്ങ്. ഇവനൊരു സാധാരണ സിംഹവാലൻകുരങ്ങല്ല കേട്ടോ. സാധാരണ ഇവരെപ്പോഴും മനുഷ്യരായിട്ട് അകന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഇവനുണ്ടല്ലോ, പോകുന്ന വണ്ടിക്കാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഫുഡ് തരോ ചേട്ടാന്ന് ഇങ്ങനെ ആക്ഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യർ കൊടുക്കുന്ന ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചിട്ടാ തോന്നണം. അതിന്റെ പല്ലൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടേക്ക് വന്നപ്പോൾ ഈ വ്യൂ പോയിന്റ് അടുത്ത് വെച്ചായിട്ടാണ് എനിക്ക് ആനനെ കിട്ടിയത്. ചെക്ക് പോസ്റ്റ് തൊട്ട് ഈ കൈകാട്ടി ജംഗ്ഷൻ വരെ ഒറ്റ റോഡേ ഉള്ളൂ. പിന്നീട് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കേശവൻപാറ വ്യൂ പോയിന്റിലേക്കും, നേരെ പോവുകയാണെങ്കിൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് എത്താം. മൃഗങ്ങളെ കാണാൻ കൂടുതൽ സാധ്യതയും കേശവൻപാറ റൂട്ടായതുകൊണ്ട് തന്നെ നമ്മളും ആ വഴി തന്നെയാണ് കേട്ടോ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നതും ഈ ഒരു റൂട്ടിൽ തന്നെയാണ്. ഇതൊരു തേൻ കൊതിച്ചി പരുന്നിൻ്റെ ഫീമെയിലാണ്. ഈ പരുന്നുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയാണ് തേയിലത്തോട്ടങ്ങൾ. ഇവിടെ ഫുള്ള് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇരകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് തേൻ കൊതിച്ചി പരുന്നിൻ്റെ മെയിലാണ്. ഇവർ രണ്ടുപേരും ഒരു മരത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ബേർഡ് വാച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പറുദീസ് തന്നെയാണ് നെല്ലിയാമ്പതി. കാരണം അത്രയ്ക്കും വെറൈറ്റി പക്ഷികൾ ഇവിടെ ഉണ്ട്. ഇതാണ് കേശവൻപാറ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി. നമ്മുടെ ഉദ്ദേശം വൈൽഡ് ലൈഫ് ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഈ വ്യൂ പോയിന്റ് സ്കിപ്പ് ചെയ്തു. വ്യൂ പോയിന്റിന് ശേഷമുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു റൂട്ടായിരിക്കും ഇത്. എന്നാൽ റോഡ് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരാണെങ്കിൽ സൈഡ് കൊടുക്കൽ കുറച്ച് പണിയോ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ മലയണ്ണാന്മാരുടെ സൈറ്റിംഗ് എന്തായാലും ഗ്യാരണ്ടിയാണ്. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും. ഇതിവിടുത്തെ കാപ്പിയുടെ സീസണാണ് കേട്ടോ. കുരുകളൊക്കെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഈ റൂട്ടിൽ കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോൾ തേയിലത്തോട്ടങ്ങൾ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് കാപ്പിത്തോട്ടങ്ങളാണ്. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങൾ. ഈ കാപ്പിത്തോട്ടങ്ങളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത്. എൻ്റെ യാത്ര ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് തന്നെ വേഴാമ്പലുകളൊക്കെ കാണാൻ പറ്റുന്ന എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മുമ്പ് പലതവണ ഞാൻ നെല്ലിയാമ്പതിക്ക് വന്നപ്പോഴും ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരാളെയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. ഇത് വേഴാമ്പലുകളുടെ ഒരു പേരാണ്. മുകളിലിരിക്കുന്നത് ആൺവേഴാമ്പലും താഴെ ഇരിക്കുന്നത് പെൺവേഴാമ്പലുമാണ്. ഇവരിപ്പോൾ പുതിയ കൂട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവരുടെ കണ്ണ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. ആൺവേഴാമ്പലുകളുടെ കണ്ണ് നല്ല ചുവന്ന കളറിലായിരിക്കും ഉണ്ടാവുക, എന്നാൽ പെണ്ണുങ്ങളുടെ വെള്ള കളറായിരിക്കും. നെല്ലിയാമ്പതിയിൽ വരുന്ന എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ലക്ഷ്യമാണ് ഈ വേഴാമ്പലുകളുടെ വിഷ്വൽസ് പകർത്താന്നുള്ളത്. IUCN ലിസ്റ്റിൽ വൾണറബിൾ കാറ്റഗറിയിലുള്ള പക്ഷിയാണ് ഈ വേഴാമ്പൽ. അതുകൊണ്ട് തന്നെ ഇവർ കാണാനും ഭയങ്കര റയർ തന്നെയാണ്. കേരളത്തിലെ മറ്റു കുറച്ച് കാടുകളിലൊക്കെ ഇവരുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ കാണാൻ ഏറ്റവും ചാൻസ് കൂടിയൊരു സ്ഥലങ്ങളുണ്ട് നെല്ലിയാമ്പതി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വാൽപ്പാറ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറേ വേഴാമ്പലുകളെ കാണാൻ പറ്റും. കഴിഞ്ഞ ബ്രീഡിംഗ് സീസണിലും ഇതേ മരത്തിൻ്റെ മുകളിലാണ് ഇവർ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇപ്രാവശ്യം ഈ മരത്തുമ്മ കൂട് കൂട്ടാൻ പറ്റുമെന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫോറസ്റ്റുകാർ പറയണ അനുസരിച്ച് ഈ ഉണങ്ങി തെങ്ങ് എപ്പോൾ വേണമെങ്കിൽ നിലംപൊത്താം. അതുകൊണ്ട് തന്നെ ഈ കൂട് ഒരിക്കലും സക്സസ് ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 20 മീറ്റർ ദൂരം മാത്രമാണ് വേഴാമ്പലുകളുടെ ഈ കൂട്ടിലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേഴാമ്പലുകളുടെ കുറച്ച് ക്ലോസപ്പ് വിഷ്വൽസ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി. കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തുന്നതിലും കുറച്ച് മുമ്പ് ഇടതേ സൈഡിലായിട്ടാണ് കേട്ടോ ഈ കൂടുണ്ടായിരുന്നത്. വേഴാമ്പലുകളെ കുറച്ച് അടുത്ത് കാണണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ട്രിപ്പിൽ അത് സാധിച്ചു. ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. വേഴാമ്പലുകളുടെയൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ നേരെ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് വന്നത്. ഇവിടുത്തെ കാർ പാർക്കിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു മയില് പീലി വിരിച്ച് ആടുന്ന ഒരു കാഴ്ച നമുക്ക് കിട്ടി. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറേ മയിലുകളെ കണ്ടിരുന്നു. മയിലുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ നന്നായിരിക്കും ഉണ്ടാ. മയിലുകൾ മാത്രമല്ല വേഴാമ്പലുകളും ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട്. മുമ്പ് പലതവണ ഞാൻ നെല്ലിയാമ്പതിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അടുക്ക് വരുന്നത്. നെല്ലിയാമ്പതിക്ക് വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും തന്നെ ഈ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. വൈൽഡ് ലൈഫ് ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ റൂട്ട് വരണ്ടെന്നാ ഞാൻ പറയുള്ളൂ. ചെറിയ വഴിയായതുകൊണ്ട് തന്നെ വലിയ വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാർ ഈ റൂട്ട് സ്കിപ്പ് ചെയ്യണതായിരിക്കും നല്ലത്. കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ഈ മലയണ്ണന്റെ കാഴ്ചകൾ കിട്ടിയത്. മരത്തിന്റെ തൊലിയും അതുപോലെ തന്നെ തളിരിലകളൊക്കെ ഈ മലയണ്ണന്മാരെ ആഹാരമാക്കാറുണ്ട്. പിന്നീട് ആ റൂട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് അധികം കാഴ്ചകളൊന്നും കിട്ടിയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് നെല്ലിയാമ്പതിക്ക് വരാണെങ്കിൽ ഇവിടെ വരാനുണ്ടോ നമുക്ക് മാക്സിമം വരാൻ പറ്റുള്ളൂ. ഇതിനപ്പുറം ഒരു എസ്റ്റേറ്റ് ആണ്. ഈ ഒരു റൂട്ടിൽ ഈ ഒറ്റൊരു ഹോട്ടലേ ഉള്ളൂ. ഹോട്ടൽ ചെറുതാണെങ്കിലും ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ കോഫിയുടെ ഹാർവെസ്റ്റിംഗ് സമയം. പഴുത്ത കാപ്പി മാത്രമാണ് അവർ പറിക്കുള്ളൂ. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ വയ്ക്കും. ഉണങ്ങി കാപ്പി കുരുകളെല്ലാം ചാക്കിലാക്കിയിട്ട് പിന്നീടുള്ള പ്രോസസ്സിങ്ങിനായിട്ട് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകും. ഈ ഫാക്ടറികളിലൊക്കെ പണിയെടുക്കുന്ന ഒട്ടുമിക്ക തൊഴിലാളികളും തന്നെ ഹിന്ദിക്കാരാണ് കേട്ടോ. അങ്ങനെ കാരപ്പാറ നിന്ന് 100 അടിയിലേക്കുള്ള എൻ്റെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കരിങ്കുരങ്ങിനെ കണ്ടത്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി KSRTC പോണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. കാരപ്പാറ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മുടെ സ്റ്റേയിലേക്കുള്ളൂ. ഇതാണ് 100 അടി ജംഗ്ഷൻ. ഇവിടുത്തെ ഒരു ലോക്കൽ ടൗൺ ആണ് കേട്ടോ ഇത്. ഇവിടെ വരാണെങ്കിൽ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്ന കാര്യം മറക്കണ്ട. നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ചായക്കടയും പിന്നെ ഒരു ഹോട്ടലും മാത്രമായിട്ട് എവിടെയുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. മെറിലാൻഡ് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. എന്ന് കരുതി ഇത് റിസോർട്ടൊന്നും അല്ല കേട്ടാ, ഇതൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. നമ്മുടെ സ്റ്റേയുടെ ചുറ്റും കുരങ്ങന്മാരുണ്ട് കേട്ടാ. എങ്ങാനും ഡോറങ്ങ് അടയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവർ അടിച്ചുകൊണ്ട് പോവും. വൈകിട്ടോട് കൂടി ഈ സ്റ്റേയുടെ മുന്നിലുള്ള ഒരു പാടത്ത് മ്ലാവുകൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാനവിടെ എത്തിയപ്പോഴേക്കും ഒരു കൂട്ടം മ്ലാവുകൾ കുറച്ച് ദൂരമായിട്ട് നിൽക്കണ്ടായിരുന്നു. പറമ്പിക്കുളം നെല്ലിയാമ്പതിയും തൊട്ടടുത്ത് കിടക്കുന്ന കാടുകളായിട്ട് കൂടി പറമ്പിക്കുളത്ത് കാണുന്ന സ്പോട്ട് ഡീറുകൾ ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ കൂടുതലും സാമ്പാർ ഡീറുകളും പിന്നെ ബാർക്കിംഗ് ഡീറും ഒക്കെയാണ് ഉള്ളത്. മ്ലാവുകളുടെ കുറച്ച് ക്ലോസപ്പ് വിഷ്വൽ എടുക്കാൻ കരുതിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത്രയധികം വണ്ടികളൊന്നും പോകാത്തൊരു വഴിയാണിത്. വല്ലപ്പോഴും കോഫി എസ്റ്റേറ്റിലെ കുറച്ച് തൊഴിലാളികൾ മാത്രമാണ് കേട്ടോ ഈ വഴി കൂടെ പോകുന്നത്. എന്തായാലും എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. നമ്മുടെ ക്ലോസ് റേഞ്ചിൽ തന്നെ ഒരു മ്ലാവിനെ കിട്ടിയിട്ടാ. ഞാൻ കുറച്ചു നേരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചു നിൽക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അപ്പോഴേക്കും മ്ലാവ് എന്നെ കണ്ടുപിടിച്ചു. മുമ്പ് പറമ്പിക്കുളത്ത് ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒരു ഗൈഡ് പറഞ്ഞ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തായാലും ഈ മ്ലാവ് എന്നെ കണ്ടു. അങ്ങനത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് കേട്ടോ ആ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മ്ലാവ് കാലുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നത് കണ്ട. ഇവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അവരിങ്ങനെ ചെയ്യാറ്.
ഞാൻ അങ്ങനെ ഇറങ്ങാതെ നിന്നുകൊണ്ട് തന്നെ മ്ലാവ് കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്തങ്ങ് പോയി. ഈ ഒരു ഏരിയയിൽ കുറേ പന്നികളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രം നമ്മുടെ ക്യാമറയുടെ തൊട്ടടുത്തേക്ക് വന്നു. ഈ ഒരു സ്ഥലം നമ്മുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇതിലൂടെ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. നെല്ലിയാമ്പതിൽ ഈ ഒരു ഭാഗത്ത് നിറച്ച് ഇതുപോലത്തെ പൂക്കൾ കാണാൻ പറ്റും. ഏഞ്ചൽ ട്രംപറ്റ് എന്നാണ് ഇതിന്റെ പേര്. കണ്ടിട്ട് ഇതൊരു വിഷച്ചെടിയായിട്ടാണ് തോന്നണേ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണവര് ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ ദേഹത്ത് നിറച്ച് മുറിവോട് കൂടി ഒരു മ്ലാവ് നടന്നു പോണ കണ്ടു. മിക്കത് ഏതെങ്കിലും ലെപ്പേഡ് അറ്റാക്ക് ചെയ്തതായിരിക്കണം. എന്തായാലും അത്യാവശ്യം വലിയൊരു മുറിവാണ്. ഈ മ്ലാവാണെങ്കിൽ എപ്പോഴും ആ മുറിവിൽ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 6:30 കാണും. അധികം നേരം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബുദ്ധിയല്ല. പോരാത്തന്നെ വെളിച്ചം പോയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ പയ്യെ നമ്മുടെ സ്റ്റേയിലോട്ട് പോന്നു. ഇതൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. സ്റ്റേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സ്റ്റേയുടെ ഓണറിന്റെ പേര് രഞ്ജിത്ത് തന്നെയാണ്. ഇവർ താമസിക്കുന്നത് ഇതിൻ്റെ അടുത്തായ കാരണം തന്നെ നല്ല ഹോംലി ഫുഡൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് മുന്നിലൊരു കാട്ടാണ്. ഞാൻ മ്ലാവുകളുടെ അലാങ്കുളി കേട്ടിട്ട് ഒന്ന് ടോർച്ച് അടിച്ച് നോക്കിയതാ. അപ്പം ഉണ്ട് ഒരു കൊമ്പടിക്കുന്ന ഒരു സൗണ്ട്. വെറുതെ ഒന്ന് ടോർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ദേവരാര എൻ്റെ അമ്മി കണ്ടിട്ട് പേടിയായിട്ടാ. കാരണം സ്റ്റേയുടെ തൊട്ടടുത്തായിരുന്നു. ഈ സ്റ്റേയുടെ മുന്നിൽ നിന്ന് ആരെ കാണാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ സ്റ്റേ റെക്കമെൻഡ് ചെയ്തതെന്ന്. എന്തായാലും എനിക്ക് ഈ സംഭവം മുതലായി. റോഡിൻ്റെ സൈഡിലുള്ള ഒരു മരച്ചില്ലൊടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആന. ഒരുപക്ഷെ വേറെ ആനകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഒരെണ്ണത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു ആന വന്ന കാര്യം ഈ നാട്ടിലെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പ്ലാവുകളുടെ കണ്ടിന്യൂസ് അലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടെ ഒരു ലെപ്പേഡ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വൈകിട്ട് സാമ്പാടിയുടെ വീഡിയോ എടുക്കാൻ പോയില്ലേ, അവിടെ നിന്നാണ് കേട്ടോ ഈ വാണിക്കോള് കേൾക്കുന്നത്. എനിക്കൊന്ന് വണ്ടി എടുത്ത് പോയി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇതിന് ചുറ്റും ആനയുണ്ട്. അതാണ് ഒരു പ്രശ്നം. നിങ്ങളിങ്ങനെ വിചാരിക്കുന്ന പോലെ ഇത് അത്ര ഭയങ്കര കാടിൻ്റെ അന്തരീക്ഷമല്ല കേട്ടോ. കണ്ട എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ. മെയിൻ ജംഗ്ഷനാണ് ഉണ്ടായി ഈ ടൗണിൽ. അപ്പുറത്തൊരു പള്ളിയെല്ലാം ഉണ്ട്. അവിടെ എവിടെയാണ് നമ്മുടെ പുലിയുള്ളത്. ആനതേ അവിടെ നിന്നിട്ട് ആനതേ അവിടെ നിൽക്കണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേയുടെ തൊട്ടുകൊണ്ട് ഞാൻ റോഡിൽ വന്ന് ടോർച്ച് അടിച്ചോണ്ടാണെന്ന് അറിയില്ല. ആന പയ്യ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങ് പോയി. നമ്മുടെ ഈ സ്റ്റേ റോഡിൽ നിന്ന് ഒരുപടി ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആന ഇങ്ങോട്ട് വന്നാലും വലിയ റിസ്ക് ഇല്ല കേട്ടോ. ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാത്ത കാരണം തന്നെ എനിക്ക് കുറച്ച് ലേറ്റായി പോയി. എത്രയും പെട്ടെന്ന് പുള്ളിപ്പുലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇന്നലെ വൈകിട്ട് ഞാൻ മ്ലാവുകളുടെ വീഡിയോ എടുക്കാൻ പോയിരുന്നില്ലേ, ആ ഒരു ഏരിയ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൽ കൂടെ കോഫി എസ്റ്റേറ്റിലേക്കുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെപ്പേഡിനെ കാണാൻ പറ്റുന്ന എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിട്ടൊരു അലാങ്കോള് കിട്ടി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ലെപ്പേഡ് ഇവിടെ തന്നെ ഉണ്ടെന്ന്. വണ്ടിയുടെ സൗണ്ട് കേട്ടാ ലെപ്പേഡ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തു. വണ്ടി ഓഫ് ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിരുന്നതാ. അപ്പം ഉണ്ട് എൻ്റെ മുന്നേ കൂടെ ആയിട്ട് ലെപ്പേഡ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയി. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടീ എസ്റ്റേറ്റിലേക്കാണ് ലെപ്പേഡ് ഓടി കയറിയത്. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ആ എസ്റ്റേറ്റിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഈ വഴിക്കോടെയൊക്കെ സുഖമായിട്ട് അത് കയറി പൊക്കോളും. എന്നാൽ ഈ ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ലെപ്പേഡിനെ കണ്ടുപിടിക്കൽ അത്ര എളുപ്പം പിടിച്ചൊരു ടാസ്ക് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി വന്നിട്ട് ആദ്യമായിട്ട് പുലിനെ കണ്ടുവിട്ടാ. അടിപൊളി പുലി. അത്യാവശ്യം ഒരു 2-3 വയസ്സോളം പ്രായമുണ്ട്. ഭയങ്കര ഷയ്യാ പുലി. ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് ഉറപ്പാണ് എനിക്ക്. അപ്പം ഞാൻ അത് റോഡ് ക്രോസ് ചെയ്യണമെന്ന് കണ്ടേ. പക്ഷെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് സ്പീഡിൽ അത് ക്രോസ് ചെയ്ത് പോയി. ഞാൻ നല്ല സാമ്പാടിൻ്റെ അലാങ്കോള് കണ്ടിരുന്നേ. അപ്പോൾ ഞാനവിടെ വണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ പുള്ളിപ്പുലി ക്രോസ് ചെയ്ത് പോയി. അത് നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. സ്റ്റേ ചെയ്യുന്ന ഒരു 100 മീറ്റർ പോലും ദൂരം ഉണ്ടാവില്ല. മിക്കതും ആ പുള്ളിപ്പുലി എൻ്റെ പുറകിലുണ്ടാവും.
എനിക്കൊരു ഫോട്ടോ കിട്ടിയില്ല, അതാണ് എൻ്റെ ഒരു ഭയങ്കര വിഷമം. അറ്റ്ലീസ്റ്റ് വണ്ടീനെ ഡാഷ് ക്യാം ഓണാക്കിയിട്ടിരുന്നെങ്കിൽ കിട്ടിയേനെ. പക്ഷേ വണ്ടി ഓഫ് ചെയ്തിട്ടു, സൗണ്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പോയി. അതുകൊണ്ട് ഞാൻ തൽക്കാലം വണ്ടി ഓഫ് ചെയ്തിട്ട് നിൽക്കായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയി. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ, ഈ രക്ഷയില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പുലിപ്പുലിനെ കാണാൻ പറ്റുന്നു. ഈ എസ്റ്റേറ്റിൽ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ലെപ്പേഡിന്റെ പൊടി പോലും കാണാണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ടൈഗർ ആണെങ്കിൽ ഈ റോട്ടിൽ കൂടെ നടന്നു വന്നേനെ. പക്ഷെ ലെപ്പേഡ് ഭയങ്കര ഷൈയാണ്, അത് എപ്പോഴും തേയിലകളുടെ ഇടയിൽ കൂടെ നടന്നു പോവുള്ളൂ. ഈ കിങ് ഫിഷറിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പൂവ് ശ്രദ്ധിച്ചാ, അത് നമ്മൾ ഇന്നലെ കണ്ട ഏഞ്ചൽ ട്രംപറ്റ് തന്നെയാണ്, പക്ഷെ പിങ്ക് കളറിലാണിത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ ലെപ്പേഡിനെ അന്വേഷിച്ച് നടന്നു, പക്ഷെ നിരാശയായിരുന്നു ഫലം. പിന്നീട് തേയിലത്തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താന്ന് കരുതി വണ്ടി എടുത്ത് ഇവിടെ അടുത്തുള്ളൊരു തേയിലത്തോട്ടത്തിലേക്ക് വന്നു. രാവിലെ തന്നെ ഈ തേയിലത്തോട്ടത്തിലൂടെയുള്ള ഡ്രൈവ് നല്ല അടിപൊളിയാണ്. പോരാത്തതിന് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ വണ്ടി കൊണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റും, പക്ഷേ വല്ല ഓപ്പോസിറ്റ് വല്ല വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കൽ കുറച്ച് പണിയും. ബേർഡ് വാച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നെല്ലിയാമ്പതി അവരൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇഷ്ടം പോലെ വെറൈറ്റി പക്ഷികളോട് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും വേഴാമ്പലുകളുടെ നെസ്റ്റിംഗ് കാണാൻ പറ്റും. ഈ എസ്റ്റേറ്റുകളിലൊക്കെ തന്നെ വിരളമായി മാത്രമാണ് മൊബൈലിന് റേഞ്ച് കിട്ടാറുള്ളൂ. ഈ ചേട്ടൻ നിൽക്കുന്നതും അതുപോലത്തെ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. പണ്ട് തൊട്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നെല്ലിയാമ്പതി. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകളും എല്ലാം നെല്ലിയാമ്പതിയിലുണ്ട്. പണ്ടത്തെ പോലെ കൈകൊണ്ടൊന്നല്ല തേയിലെന്നുള്ള ഒരു വലിയ കത്രികയുണ്ട്. അതിന്റെ കീഴിലായിട്ടൊരു ബോക്സ് ഉണ്ട്. മുറിക്കുന്ന എല്ലാ തേയിലകളും കറക്റ്റ് ആ ബോക്സിലേക്ക് തന്നെ വീഴും. പിന്നീട് ആ ബോക്സിൽ നിന്ന് എടുത്താണ് അവർ സഞ്ചിയിലേക്ക് നിറയ്ക്കുന്നത്. തേയിലത്തോട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പകുതി പാലം വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഗൂഗിളിലെ മാപ്പ് നോക്കിയപ്പോൾ ഒരു കോഫി എസ്റ്റേറ്റിനുള്ളിലേക്കൂടെയുള്ള ഒരു വഴിയാണ് കാണിച്ചത്. ഇവിടുത്തെ തൊഴിലാളികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പിക്കപ്പ് മാത്രം പോകുന്ന വഴിയാണ്, പിന്നെ എൻ്റെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാരണം പൊക്കോളെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലും പിക്ക് ചെയ്യാൻ ഒരു പിക്കപ്പ് വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ വണ്ടി എടുത്തത്. ഓടിക്കാൻ നല്ല രസമുള്ളൊരു റൂട്ടായിരുന്നു അത്. പിന്നീട് ഈ റോഡ് ചെന്ന് കേശവൻപാറ കാരപ്പാറ റോഡിലേക്ക് കയറും. നമ്മൾ കേശവൻപാറ വ്യൂ പോയിന്റിൽ നിന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 2 വഴി കാണും. ഒന്നാണ് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ള വഴി, രണ്ടാമത്തേത് ഇതാണ് കേട്ടോ പകുതി പാലം. ഈ വഴി നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഓടിച്ചത് തേയിലത്തോട്ടത്തിലൂടെയും കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇതൊരു പ്രോപ്പർ കാട് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പകുതി പാലത്ത് നിന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഫ്ലൈയിങ് ലിസാറിനെ കണ്ടത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് പറക്കണ കണ്ടു. അങ്ങനെയാണ് ഞാനവനെ കണ്ടുപിടിച്ചത്. ഇതെൻ്റെ മുന്നേ വെച്ചും ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തേക്ക് പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടില്ല. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾ പോലെയല്ല കേട്ടാ, കുറച്ച് തമിഴ് ടച്ച് കൂടുതലാണ്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ 2 വേഴാമ്പലുകളെ കണ്ടത്. ഇനി കാണാൻ പോകുന്ന കാഴ്ച ഭയങ്കര റയറായിട്ടുള്ളൊരു കാഴ്ചയാണ്. സാക്ഷാൽ മലമുഴക്കി വേഴാമ്പലിന്റെ വെയിറ്റിംഗ് ആണ് കേട്ടോ. മലമുഴക്കികളുടെ ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങൾ ആരും തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കില്ലേ. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ മലമുഴക്കികളുടെ മീറ്റിംഗ് കാണുന്നത്. എന്തായാലും ഇവിടെ വന്ന നിലയ്ക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ ആൻഡ് ഓറഞ്ച് ഫാം. വിവിധ തരം പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ ഓറഞ്ച് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കൂടെ 1/2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഒരു 20 വർഷം മുമ്പാണ്. അന്നൊന്നും ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. ഈ വ്യൂ പോയിന്റിന്റെ സൈഡിലൂടെ നമുക്ക് കുറേ ദൂരം നടന്നു പോയിരുന്നു. ശരിക്കും സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ മിക്കപ്പോഴും ഇവിടെ കോടയായിരിക്കും. അങ്ങനെ വ്യൂ പോയിന്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്റ്റേയുടെ ഓണറായ രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞത് സ്റ്റേയുടെ ബാക്കിലായിട്ട് 3 ആനകൾ നിൽക്കുന്നുണ്ടെന്ന്. ഞാൻ പിന്നെ കുണ്ടും കോഴി ഒന്നും നോക്കാൻ നിന്നില്ല.
അത്യാവശ്യം സ്പീഡിൽ തന്നെ വണ്ടി വിട്ടു. ചെറിയ റോഡായിട്ട് കൂടി നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തി കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവനാണ് കേട്ടോ നമ്മുടെ സ്റ്റേയുടെ ഓണർ. ആനയെ കാണാനായിട്ട് ഇവിടെയുള്ള ഹോം സ്റ്റേകളിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും അവിടെ നിൽക്കണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴേക്കും എല്ലാ ആനകളും കാടിൻ്റെ ഉള്ളിലോട്ടം കയറിപ്പോയി. എന്തുകൊണ്ടാണ് കറക്റ്റ് ഞാൻ വന്ന സമയത്ത് തന്നെ ഈ ആനകൾ കാട്ടിപ്പോയി നിങ്ങൾക്ക് കേൾക്കണ്ടേ? സംഭവം കോമഡിയാണ്, ഞാൻ പറഞ്ഞുതരാണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇവിടെയുള്ള എല്ലാ സ്റ്റേകളിലെ ചുറ്റും നിറച്ച് കുരങ്ങന്മാരാ. അപ്പം ഈ കുരങ്ങന്മാരെ ഓടിപ്പിക്കാൻ വേണ്ടി ആരോ ഒരാൾ പടക്കം പൊട്ടിച്ചു. അത് കറക്റ്റ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു കേട്ടാ. ഈ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ പുറത്ത് നിൽക്കണ്ടായിരുന്ന എല്ലാ ആനകളും തിരിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. ആനകൾ വീണ്ടും തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങുന്ന കരുതി ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇനി ഇറങ്ങാൻ ഒരു സാധ്യതയില്ല, കാരണം നല്ല വെയിൽ വന്നു തുടങ്ങി. എൻ്റെ മുന്നിൽ ഇനി 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചു പോവുക. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു തേയിലത്തോട്ടത്തിൽ തേയില നുള്ളാൻ വന്ന കുറച്ച് ചേച്ചിമാരും പിന്നെ വല്ലപ്പോഴും പോകുന്ന വല്ല പിക്കപ്പുകളും പിന്നെ ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4:30 വരെ ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുശേഷം ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണെന്ന് ഇവിടുത്തെ ചേച്ചിമാര് പറയായിരുന്നു. ഞാൻ പോയിക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല, ഒരു 5 മണി വരെ നിൽക്കുള്ളൂ. സമയം ഇപ്പൊ ഒരു 4:30 ആയി. ഞാൻ ഈ എസ്റ്റേറ്റിലോട്ട് വന്നിട്ട് ഒരു 5-5.5 മണിക്കൂറായി കാണും. എന്തായാലും എന്റെ കാത്തിരിപ്പ് ഒട്ടും വെറുതെ ആയില്ല. രാവിലെ ഇവിടെ ആനകൾ ഇറങ്ങി അതേ സ്ഥലത്തേക്ക് തന്നെ അവര് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ ബാക്കിലോട്ട് ആന. 3 ആനകളാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. 2 പിടിയാനകളും പിന്നെ ഒരു കുട്ടിക്കൊമ്പനും. കുട്ടിക്കൊമ്പനും അമ്മയും എപ്പോഴും കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ആനയെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അവരെ കണ്ട് പേടിച്ചിട്ടായിരിക്കണം ഇവർ പുറത്തു വരാത്തത്. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്, പക്ഷെ ആനയുടെ പുറകിലായി പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയ കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊമ്പനും അമ്മയും ഓപ്പൺ ഏരിയയിലേക്ക് വന്നു. പണ്ട് പറയാറുള്ള പോലെ തന്നെ കുട്ടികളുള്ള ആനക്കൂട്ടങ്ങൾ ഭയങ്കര കെയറിങ് ആയിരിക്കും. അത്രയും സേഫാന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് അവർ കുട്ടികളൊക്കെ ഓപ്പൺ ഏരിയയിലേക്ക് വിടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെല്ലിയാമ്പതിക്ക് വന്നപ്പോഴും ആനയെ കണ്ടിരുന്നു, പക്ഷെ ഇത്രയും ഭംഗിയുള്ള വിഷ്വൽസ് ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വൈൽഡ് ഡോഗിന്റെ നല്ല അടിപൊളി സൈറ്റിങ്സ് കിട്ടിയിരുന്നു. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ, എനിക്ക് കുറേ അടിപൊളി വിഷ്വൽസ് കിട്ടി. എനിക്കറിയായിരുന്നു വെയിൽ ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആനകൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ആനകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തേ ആനകൾ മരച്ചില്ലൊടിക്കുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനകൾ ഇവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഈ ആനകളുടെയൊക്കെ കാഴ്ചകൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയാലോ? അതിന് പറ്റി കുറച്ച് ഹോം സ്റ്റേകളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഹോം സ്റ്റേ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വൈൽഡ് ലൈഫ് സെറ്റിംഗ് എല്ലാം പ്യുവർ ലക്കാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചു എന്ന് കരുതി കുറച്ച് ലക്കും കൂടി വേണം കേട്ടോ അനിമൽസിനെ കാണണമെങ്കിൽ. ഞങ്ങളുടെ നാട്ടിൽ കുത്തിക്കിഴപ്പ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിലേ ഈ ചെക്കൻ കാണിക്കുന്നതെന്ന് നോക്കിയാൽ മതി കേട്ടോ, അതാണ് അതിൻ്റെ അർത്ഥം. ഞാനാണെങ്കിൽ കുട്ടിയാനെ അമ്മയും ഓപ്പൺ ഏരിയയിലേക്ക് ഇറങ്ങി വന്നാലോ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ ചെക്കന് ഈ കുത്തിക്കിഴപ്പ് കാണിക്കാൻ തോന്നിയത്. കാട്ടാനകളുടെ സ്വഭാവവും നാട്ടാനകളുടെ സ്വഭാവവും ഏകദേശം ഒരേപോലെയെന്ന് കരുതിയിട്ടാണ് ചില ആൾക്കാർ ഈ മണ്ടത്തരം കാണിക്കുന്നത്. പെട്ടെന്ന് ഈ ആന അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. എനിക്ക് ഉറപ്പായിരുന്നു ആന അവനെ ഓടിപ്പിക്കുന്നത്, കാരണം അത്ര അടുത്താണ് അവൻ നിൽക്കണ്ടായിരുന്നത്. ഇത് കണ്ടു നിന്ന് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി പോയി. ഇവൻ ഈ പരിപാടി കാണിച്ച കാരണം തന്നെ ആനകൾക്ക് മനസ്സിലായി ഈ സ്ഥലം അത്ര സേഫ് അല്ലെന്ന്. അതുകൊണ്ട് തന്നെ കുട്ടിയാനെയും അമ്മയും പയ്യെ കാടിൻ്റെ ഉള്ളിക്കാൻ കയറിപ്പോയി. നെല്ലിയാമ്പതിക്കും വാൽപ്പാറയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആനകളിൽ കാട്ടുപോത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രെയിം കിട്ടിയിട്ടില്ല കേട്ടോ. ആനകൾ തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിവിടെ മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്ത് നിന്നതും. തേയിലത്തോട്ടങ്ങളിൽ ആനകൾക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. തേയിലയാണെങ്കിൽ ആനകൾ കഴിക്കൂല. ഈ തോട്ടങ്ങളുടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന പുല്ലുകളും ചെടികളും മരങ്ങളൊക്കെയാണ് കേട്ടോ ഇവർ പ്രധാനമായിട്ട് കഴിക്കുന്നത്. ആനകളുടെ വിഷ്വൽസ് എത്ര നേരം നിന്ന് എടുത്താലും എനിക്ക് മതിയാവേ ഇല്ല. പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാനെടുത്ത കുറച്ച് വിഷ്വൽസ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് നേരം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ സമ്മാനിച്ചിട്ട് ഈ ആനയും പയ്യെ കാട്ടിലോട്ടം കയറി പോവാണ്. സമയം ഇപ്പോൾ ഒരു 5 മണി 5:15 കേൾക്കാണ്. എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കിടക്കാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് അത്ര വീഡിയോസ് ഒന്നും എടുത്തില്ല. എൻ്റെ ഈ വ്ളോഗിൽ കണ്ട ഏതെങ്കിലും സ്ഥലങ്ങളുടെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടാ, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ ഇപ്രാവശ്യത്തെ നെല്ലിയാമ്പതിലെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് തീരാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ പോരായ്മകളൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ പുതിയൊരു കാടിൻ്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.